അൺലെസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമ്മൾ അൺലെസ്സിന്റെ റൂൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ അൺലെസ്സിന്റെ റൂൾ എങ്ങനെയായിരുന്നു? അൺലെസ്സിന്റെ ആദ്യത്തെ റൂള് അൺലെസ് പ്ലസ് പ്രസന്റ് ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. പ്രസന്റ് ടെൻസ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് വി വണ്ണോ അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരാം? ഈസ് വരാം, ആമ്, ആറ്, ഡു, ഡസ്, ഹാസ്, ഹാവ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വില്ല്, ക്യാൻ, അതുപോലെ വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. അൺലെസ്സിന്റെ രണ്ടാമത്തെ റൂള് അൺലെസ് പ്ലസ് പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി വൺ. പാസ്റ്റ് ടെൻസ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അൺലെസ് കഴിഞ്ഞിട്ട് വെർബ് വി ടു വരാം, അതല്ല എങ്കിൽ ഓക്സിലറി ആയിട്ട് വാസ് വരാം, വേർ വരാം, അല്ലെങ്കിൽ ഡിഡും വരാം. ഇനി മൂന്നാമത്തെ റൂൾ എങ്ങനെ മനസ്സിലായി? അൺലെസ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. എങ്ങനെ മനസ്സിലാക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന്? ഹാഡ് പ്ലസ് വി ത്രീ. അൺലെസ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് വി ത്രീ ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ഉത്തരമായിട്ട് വരും. ചോദ്യങ്ങൾ നോക്കി. അൺലെസ് യു സ്റ്റഡി വെൽ, യു ഡാഷ് ദ എക്സാം. അൺലെസ് യു സ്റ്റഡി വെൽ യു ഡാഷ് ദ എക്സാം. നമുക്ക് അൺലെസ് വരുന്ന സെന്റൻസ് സ്റ്റഡി എന്ന് പറയുന്നത് വി വണ്, അതുകൊണ്ട് വില്ല് വരാം, ഷാള് വരാം, ക്യാൻ, മേ പ്ലസ് വി വൺ. ഓപ്ഷൻ നോക്കിയേ. വിൽ നോട്ട് പാസ് ഉണ്ട്, വുഡ് നോട്ട് പാസ് ഉണ്ട്, വുഡിന്റെ ഹാവ് പാസ്ഡ് ഉണ്ട്, അതുപോലെ പാസ്റ്റ് ഉണ്ട്. ഏതുത്തരം? വില്ല് വരുന്ന യൂസേജ് വിൽ നോട്ട് പാസ്. നെഗറ്റീവ് മീനിങ് പാസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വേർഡ് ആണ്, നെഗറ്റീവ് ആക്കിയതാണ് നോട്ട് ചേർത്തിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോട്ട് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. അതൊരു നെഗറ്റീവ്, നമ്മൾ പറഞ്ഞു അൺലെസ് ഒരു നെഗറ്റീവ് മീനിങ് ആണ്. നീ പഠിച്ചില്ല എങ്കിൽ തോറ്റുപോകും. ഇപ്പൊ ഫെയിൽ എന്നാണ് വന്നിരുന്നെങ്കിൽ വിൽ ഫെയിൽ പറയാം, ഫെയിൽ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ പാസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് മീനിങ് ഉള്ള സെന്റൻസ് അല്ലേ, വേർഡ് അല്ലേ, അതിനെ നെഗറ്റീവ് ആക്കാനാണ് നോട്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയിലിരിക്കുക. അൺലെസ് രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. അൺലെസ് യു കം വിത്ത് മീ ഐ ഡാഷ് ദ പാർട്ടി. നമുക്ക് അൺലെസ് വരുന്ന സെന്റൻസ് കം എന്ന് പറയുന്ന വി വൺ ആണ്, അതുകൊണ്ട് മറുഭാഗത്ത് ഏത് വരാം? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. വുഡിന്റെ ഗോ ഓപ്ഷനിലുണ്ട്, അതുപോലെ വോണ്ട് ഗോ ഓപ്ഷനിലുണ്ട്, വുഡിന്റെ ഗോ ഓപ്ഷനിലുണ്ട്, വുഡിന്റെ ഹാവ് ഗോൺ ഓപ്ഷനിലുണ്ട്, നണ്ണ്. ഏതാണ്? വില്ല് വരുന്ന ഓപ്ഷൻ. വില്ലിനോടൊപ്പം നോട്ട് ചേർത്ത് വോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഗോ എന്ന് പറയുന്നത് പോസിറ്റീവ് മീനിങ് ഉള്ള വാക്കാണ്, പോവുക എന്നർത്ഥം. നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഓക്സിലറി നെഗറ്റീവ് ആക്കി. വിൽ പ്ലസ് നോട്ടാണ് വുഡിന്റെ. അപ്പൊ നമുക്ക് ഉത്തരം ഏത് കിട്ടുന്നു? വുഡിന്റെ ഗോ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. അൺലെസ് യു വർക്ക്ഡ് ഹാർഡ് യു ഡാഷ് പ്രോഗ്രസ്. കാണ്ടുണ്ട്, കുഡിന്റെ ഉണ്ട്, കുഡിന്റെ ഹാവ് ഉണ്ട്, നണ്ണ്. ഏതാണ്? നമുക്ക് അൺലെസ് വരുന്ന സെൻസ് വർക്ക്ഡ് എന്ന് പറയുന്ന വി ടു, മറുഭാഗത്ത് ഏതൊക്കെ വരാം? വുഡ് അല്ലെങ്കിൽ കുഡ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി വൺ. നമുക്ക് പ്രോഗ്രസ് എന്ന വാക്ക് വെർബ് വി വൺ അവിടെ ഉണ്ട്, മെച്ചപ്പെടുക എന്ന അർത്ഥത്തിലാണ്, പോസിറ്റീവ് മീനിങ് ഉള്ള വാക്കാണ് ആ പ്രോഗ്രസ്. അപ്പൊ നമ്മള് അൺലെസ് നെഗറ്റീവ് മീനിങ് ആയതുകൊണ്ട് ഓക്സിലറി നെഗറ്റീവ് ആക്കി കൊടുത്താൽ മതി. കാണ്ടുണ്ട്, കുഡിന്റെ ഉണ്ട്, അതേപോലെ കുഡിന്റെ ഹാവ് ഉണ്ട്, നണ്ണ്. ഏതുതരാം? കുഡിന്റെ ഹാവ്, കുഡ് പ്ലസ് നോട്ട്, കുഡിന്റെ ഹാവ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. അൺലെസ് ഷീ സ്റ്റോപ്സ് ഈറ്റിംഗ് ഷീ ഡാഷ്. നമുക്ക് സ്റ്റോപ്സ് എന്ന് പറയുന്നത് എസിൽ അവസാനിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു, അൺലെസ് വരുന്നു. മറുഭാഗത്ത് വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് വി വൺ. വിൽ ബി സിക്ക് ഉണ്ട്, അതുപോലെ വുഡ് ബി സിക്ക് ഉണ്ട്, വുഡ് ഹാവ് ബീൻ സിക്ക് ഉണ്ട്, നണ്ണുണ്ട്. ഏതുത്തരം? വിൽ ബി സിക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ലാസ്റ്റ് ചോദ്യം നോക്കി. അൺലെസ് ദേ വെയർ വെരി ഇൽ, ദ ഡാഷ് അറ്റ് വർക്ക്. നമുക്ക് വേർ വരുന്ന സെന്റൻസ് ആണ്. അൺലെസ് വന്നിരിക്കുന്നു വേർ. വേർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൂൾ വാസ് അല്ലെങ്കിൽ വേർ. അൺലെസ് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി വൺ. നമുക്ക് വിൽ ബി ഉണ്ട്, വുഡ് ബി ഉണ്ട്,
വുഡ് ഹാവ് ബീൻ ഉണ്ട് നൺ. ഏതുത്തരം? വുഡ് ബി അവിടെ ഉത്തരമായിട്ട് വരും. അപ്പൊ അൺലെസ്സുമായി ബന്ധപ്പെട്ട വളരെ എളുപ്പമാണ് ആ ടോപ്പിക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും.